ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. നമ്മുടെ EVS ആനുവൽ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം ഓരോ ചോദ്യങ്ങളും നാളത്തെ നമ്മുടെ പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനായിട്ട് നമ്മുടെ റോഡിൽ വരച്ചിരിക്കുന്ന അടയാളത്തിന് പറയുന്ന പേരെന്താണെന്നാണ് അല്ലെ. നമുക്കറിയാം ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സീബ്ര ലൈൻസ് എന്നാണ്. കാരണം ഈ സീബ്ര ലൈൻസിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മള് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മുടെ റോഡിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് അല്ലെ. സീബ്ര ലൈനിലൂടെ വേണം നമ്മൾ റോഡ് മുറിച്ചു കടക്കാനായിട്ട്, റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. പ്രഥമ ശുശ്രൂഷ പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് എയ്ഡ് ബോക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? സിസേഴ്സ് ഉണ്ട്, കോട്ടൺ ഉണ്ട്, ക്ലോത്ത് ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട് അല്ലെ. നമുക്കറിയാം ഇതെല്ലാം അല്ലെ, ഈ പറയുന്ന കത്രിക ആയിക്കോട്ടെ, പഞ്ഞി ആയിക്കോട്ടെ, തുണി ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കാണപ്പെടുന്ന ആളുകൾ തന്നെയാണ്. കൃത്യമായിട്ട് മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഒരു പ്രഥമ ശുശ്രൂഷ പെട്ടിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കും. ചിലപ്പം ഈ പറയുന്ന പോലെ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തയ്യാറാക്കുകയാണ്, എന്തൊക്കെ സാധനങ്ങൾ കരുതണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലെ, കത്രിക ആയിക്കോട്ടെ, പഞ്ഞി ആയിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, ബാൻഡേജ് ആയിക്കോട്ടെ, സോപ്പ്, പിന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഡെറ്റോൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാവുന്നതൊക്കെ നമുക്ക് അവിടെ എഴുതി ചേർക്കാനായിട്ട് പറ്റണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സിഗ്നൽ ലൈറ്റ്സ് ആർ ഗിവൺ ബിലോ, ഗിവ് സ്യൂട്ടബിൾ കളർ ആൻഡ് റൈറ്റ് വാട്ട് ദേ ഇൻഡിക്കേറ്റ് അല്ലെ. സിഗ്നൽ ലൈറ്റുകൾ താഴെ കൊടുത്തിരിക്കുന്നു, അനുയോജ്യമായ നിറം നൽകുക, അവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ ഈ ബോക്സിൽ എഴുതുകയും വേണം അല്ലെ. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 3 നിറങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിൽ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നത് എന്താണ്? ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ വാഹനം അവിടെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പൊ സ്റ്റോപ്പ് അല്ലെങ്കിൽ നിർത്തുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് താഴെയുള്ളത് യെല്ലോ ആണ് അല്ലെ, മഞ്ഞ നിറമാണ്. മഞ്ഞ നിറം എന്തിനു വേണ്ടിയിട്ടാ? നമ്മളൊന്ന് തയ്യാറാവുകയാണ് അല്ലെ, നമ്മളൊന്ന് റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രീൻ സിഗ്നൽ ഏറ്റവും താഴെയുള്ള നമ്മുടെ ലൈറ്റ് മിന്നു അല്ലെ. ആ സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ടേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. സിഗ്നൽ ലൈറ്റ്സ് ഒക്കെ എന്തായാലും പഠിച്ചു വെക്കുക മക്കളെ, നാളത്തെ പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ സിഗ്നൽ ലൈറ്റ് പോലെ തന്നെ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ബോർഡുകൾ കാണാറുണ്ട് അല്ലെ. അവിടെ കുറച്ച് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനൊക്കെയാ സൂചിപ്പിക്കുന്നത് നോക്കിയാലോ. നമുക്കറിയാം, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ്? ഹോസ്പിറ്റൽ ആണ് അല്ലെ. തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് അവിടെ ഉള്ളത്. നെക്സ്റ്റ് ഒരു കുട്ടി ബാഗ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്താണ്? സ്കൂളാണ്. നമ്മുടെ ഒക്കെ സ്കൂളിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും അല്ലെ. അടുത്ത 2 സിഗ്നലിന് അല്ലെങ്കിൽ അടുത്ത 2 അടയാളങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ നോ എന്ന് പറയുന്ന അല്ലെ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തത് എന്താണ്? നോ ഹോൺ ആണ്. ഒരു ഹോണിന്റെ ചിത്രം ഇല്ലേ, അപ്പൊ നോ ഹോൺ ആണ്. നെക്സ്റ്റ് പി എന്ന് കണ്ടാൽ പാർക്കിംഗ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അത് ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? നോ പാർക്കിംഗ് ആണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ എഴുതി വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? മക്കളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം നാളത്തെ പരീക്ഷയിൽ ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആനുവൽ എക്സാം ഒക്കെ കഴിഞ്ഞ് അടുത്ത വർഷം നമ്മൾ 4ാം ക്ലാസ്സിലേക്ക് കടക്കുവാണ്. 4ാം ക്ലാസ്സിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട LSS ഒക്കെ വരുന്ന ഒരു ക്ലാസ് ആണ് അല്ലെ. അപ്പൊ 4ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി സൈലത്തിന്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് തയ്യാറായിട്ടിരിക്കുകയാണ്, നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച്. അപ്പൊ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെക്കേഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യമേ പഠിച്ചു തുടങ്ങണം അല്ലെ. എന്നാലേ 4ാം ക്ലാസ്സും അതേപോലെ തന്നെ LSS ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാം ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ മക്കളെ മറക്കണ്ട, നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എല്ലാവരും എഴുതുക. എല്ലാവർക്കും മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ്.